ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ അവർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാം ഇഷ്ടം പോലെ അവർ വന്നിട്ടുണ്ട്. ആളുകളെ തൊട്ട് കാണിച്ച് എണ്ണി പേര് പറഞ്ഞ് കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മുമ്പിൽ അവർ പറയില്ല. അവർ വന്നതെന്തിനായിരുന്നു? നിലമ്പൂരിലെ ചന്തക്കുന്നിൽ ഇവിടെ നടന്ന യോഗത്തിൽ അൻവർ ആഞ്ഞടിക്കും CPM-നെതിരെ. ആഞ്ഞടിച്ചോ? മൂപ്പര അവസാനം ആഞ്ഞടിച്ചത് എന്തിനെതിരെ അറിയോ? കുഴിമന്തിക്കെതിരെയാണ് ആഞ്ഞടിച്ചത്. ഇവിടുന്ന് കുഴിമന്തി കഴിക്കരുത്, അതിനുശേഷം ഐസ്ക്രീം കഴിക്കരുത്, ഇല്ലേ? ഇന്നലെ മഞ്ചേരിയിൽ അൻവർ ആഞ്ഞടിച്ചത് എന്തിനെതിരെയാ? അത് കണ്ടങ്ങള്. മുമ്പ് ജപ്പാനിലേക്ക് ഇവിടുന്ന് കാർമേഘം കയറ്റി അയച്ചിരുന്നു അൻവർ. അതുപോലെ ഇന്നലെ പറയാണ് ഈ മേഖലയിൽ ആനകൾ പുറത്തിറങ്ങാണ്. എന്താ കാരണം? ആനകൾക്ക് വെള്ളം കുടിക്കാൻ റോഡിന്റെ വക്കിൽ കുഴി കുത്തുകയാണ് വനം വകുപ്പ്. അതുകൊണ്ടാണ് ആനകൾ ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ പുലികൾ ഇറങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള ഇയാളുടെ ന്യായീകരണം എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ചോദിക്കട്ടെ ചാനലുകാരെ, നിങ്ങൾ ആരെങ്കിലും വല്ല ട്രോളിലോ ഇത് കാണിക്കാറുണ്ടോ? ഏതെങ്കിലും പത്രക്കാർ? എന്താ ഇന്നലെ അൻവർ പ്രസംഗിച്ച മഞ്ചേരിയിൽ? മാനുകൾക്ക് കാട്ടിൽ തീറ്റിയില്ല. ഫോറസ്റ്റുകാർ എന്താ ചെയ്യുന്നത്? മാനുകളുടെ തീറ്റി കാട്ടിൽ നിന്ന് വെട്ടി ഒഴിവാക്കാണ്. അപ്പൊ മാനുകൾ ചത്തുപോവാണ്. എന്തിനാണ് മാനുകളെ ഇങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലുന്നത്? പുലികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ. എന്തിനാ പുലികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? നാട്ടും പുറത്തുള്ള ഈ കാടിന്റെ സമീപത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ഇവിടുന്ന് പോകണം. അതെന്തിനാണ്? പശ്ചിമഘട്ടം വികസിക്കണം. പശ്ചിമഘട്ടം എന്തിനാ വികസിക്കുന്നത്? ലോകത്ത് ഒരുപാട് സ്ഥലത്ത് താപം കൂടുകയാണ്. അപ്പൊ ആ താപം കൂടുമ്പോൾ ഐസ് ഉരുകും, അറബിക്കടലിൽ വെള്ളം കൂടും. ആ വെള്ളം കൂടാതിരിക്കാൻ ഇവിടുന്ന് ഓക്സിജൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. അതിനുവേണ്ടി ഇവിടെ വനഭൂമി കൂട്ടാൻ പോവുകയാണ്. ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കല്ലേ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ അതിനെക്കുറിച്ച്? ഹംസാക്ക പറഞ്ഞാൽ വായി തോന്നിയത് കോതക്ക് പാട്ട് പാടുന്നത് പോലെ അൻവർ പറയുമ്പോൾ ഇവർക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ അൻവറിനോട് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അതാ ഞാൻ ആമുഖമായി പറഞ്ഞു വന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്കാതെ നിങ്ങൾ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോ നടപടിയെടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയാണ്. 1 മാസം അന്വേഷണ സമയം പറഞ്ഞു. ഇന്നലെ അൻവർ എന്താ പറഞ്ഞു? 1 മാസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. ഓ, ഭയങ്കര കുഴപ്പമായി. 30 ദിവസം എന്ന് പറഞ്ഞത് 32 ദിവസമായി. ഇന്നലെ ADGP-യെ മാറ്റി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതാണ് അയാളുടെ മാറ്റം? ഇന്ന് ദേശാഭിമാനിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രാഥമികമായൊരു മാറ്റാ. എന്താ പറഞ്ഞിട്ടുള്ളത്? തൃശ്ശൂർ പൂരത്തെ കുറിച്ചുള്ള തൃശ്ശൂർ പൂരം കലക്കൽ. സാന്ദർഭികമായി പറയാണ്, പത്രക്കാർ നന്നായി മനസ്സിലാക്കിക്കോ. തൃശ്ശൂർ പൂരം ആരും കലക്കിയിട്ടില്ല. കലക്കാനുള്ള ശ്രമ നടന്നിട്ടുള്ളത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത് കൊടിമാറ്റമുണ്ട്, അതുപോലെ പഞ്ചവാദ്യമുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. ആ പരിപാടികളിലെ അവസാനത്തെ ഇനമാണ് വെടിക്കെട്ട്. ആ വെടിക്കെട്ട് തടസ്സപ്പെട്ടിട്ടില്ല. തടസ്സപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നിന്നോ? ഇല്ല. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലാതെ തൃശ്ശൂർ പൂരം കലക്കിയതല്ല. എന്നാൽ ഇവരാരെങ്കിലും പറയോ? ഈ പത്രങ്ങൾ ആരെങ്കിലും പറയോ അങ്ങനെ തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ല? ഇന്ന് വളരെ കൃത്യമായി LDF-ന്റെ ചെയർമാൻ TP രാമകൃഷ്ണൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ല, അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ ഇപ്പൊ ഇയാളെ സ്ഥാനമാറ്റം? അല്ല, അത് അന്വേഷണം നടക്കുകയാണ്. പിന്നെന്താ അൻവർ പറഞ്ഞത്? സാമ്പത്തികമായ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. ആ ക്രമക്കേടിന്റെ പേരിലാണോ ഇപ്പോ ADGP-യെ മാറ്റിയിട്ടുള്ളത്? അല്ല, ആ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിഹിത സ്വത്ത് സമ്പാദന ഉണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇയാള് ADGP ആയിക്കൊണ്ടിരിക്കുമ്പോ അന്വേഷണം നടന്നാൽ അയാൾക്കെതിരെ ശിക്ഷ വരില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടോ, അയാൾ ADGP ആയിക്കൊണ്ടിരിക്കുമ്പോ അന്വേഷണം നടന്നു, അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നിയപ്പോ അയാളെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാ. ഇനി അന്വേഷണങ്ങൾ വരാനിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ അവസാനിച്ചിട്ടില്ല, ഇനിയും അന്വേഷണങ്ങൾ വരാനിരിക്കുകയാണ്. അങ്ങനെ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി.